കായംകുളത്ത് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിന് കളം ഒരുങ്ങുകയാണ്. അവിടെ ഇടതുമുന്നണിക്കൊപ്പം UDFും പ്രതീക്ഷ പുലർത്തുമ്പോഴാണ് അതിൽ അട്ടിമറികൾ സൃഷ്ടിക്കാനായി BJPയുടെ ശ്രമവും നടക്കുന്നത്. എങ്ങനെയാണ് കായംകുളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ചിന്തിച്ചത്, എങ്ങനെയാണ് വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയത്? അവിടെ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പലപ്പോഴും കേരളം 3 പാറ്റേണുകളിൽ തന്നെയാണ് ഇതിനു മുമ്പ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചേക്കാം. പക്ഷേ ഡേറ്റകൾ ഇപ്രകാരമാണ്. 2021 തെരഞ്ഞെടുപ്പിൽ U പ്രതിഭ ആയിരുന്നു കായംകുളത്ത് നിന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. LDF സ്ഥാനാർത്ഥിയായിരുന്ന CPIM സ്ഥാനാർത്ഥിയായിരുന്ന U പ്രതിഭയ്ക്ക് ലഭിച്ചത് 77,348 വോട്ടുകളായിരുന്നുവെങ്കിൽ എതിരാളിയും പുതുമുഖവുമായ അരിത ബാബുവിന് അന്ന് നേടാൻ സാധിച്ചത് 71,050 വോട്ടുകൾ എന്നതാണ്. അവിടെയാണ് ആ വോട്ട് വ്യത്യാസം എന്നത് ശ്രദ്ധേയമാകുന്നത്. ഏതാണ്ട് 7,000 താഴെയാണ് ലീഡ് എന്ന് നമുക്ക് ഈ കണക്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം NDAയ്ക്കാകട്ടെ അവിടെ ലഭിച്ചത് കേവലം 11,000 വോട്ടുകൾ മാത്രമായിരുന്നു എന്നതുകൂടിയാണ് ഈ ഡേറ്റയെ പ്രധാനപ്പെട്ടതാക്കി മാറ്റുന്നത്. ഞാൻ അടുത്ത ഡേറ്റയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ കണക്കുകൾ മാറി മറിയുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി അവിടെ U പ്രതിഭ എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി 70,000 മുകളിൽ 78,000 വോട്ട് നേടിയപ്പോൾ KC വേണുഗോപാൽ എന്ന UDF സ്ഥാനാർത്ഥി ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളം മണ്ഡലത്തിൽ ഏറ്റവും മുന്നിൽ എത്തിയത്. ഇടതുപക്ഷത്തെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ആണ് എത്തുന്നത്. അവിടെയാകട്ടെ വോട്ട് വിഹിതം എന്നത് 50,216 എന്നതാണ്. അപ്പോൾ ആ വോട്ട് വിഹിതം എവിടെയാണ് കുറഞ്ഞത് എന്നത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. 78,000 വോട്ടുകൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണിക്ക് AM ആരിഫ് എന്ന സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 30,000 വോട്ടുകളുടെ കുറവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് ഇടതുമുന്നണിക്കുണ്ടാകുന്നു. ഒപ്പം ശോഭാ സുരേന്ദ്രൻ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ BJPക്കുണ്ടായ, അവിടെ എടുത്തു പറയേണ്ടത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BDJSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചത്. ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്തേക്ക് എത്തിയപ്പോൾ 11,000 എന്ന വോട്ട് 48,000 ഉയരുന്നു എന്നതാണ്. അതൊരു ചെറിയ കണക്കല്ല എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. 11,000 വോട്ടുകൾ എന്നത് അതേ മണ്ഡല പരിധിയിൽ നിന്നുകൊണ്ടുള്ള വോട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വോട്ട് മാറ്റി ചെയ്തത് എന്നതാണ്. അതുകൊണ്ടാണ് ഈ കായംകുളം എന്ന ഈ നിയമസഭാ മണ്ഡലം വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് വേദിയാകാൻ പോകുന്നു എന്ന് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത്. ഇനി ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വീണ്ടും ചിത്രം മാറുന്ന സാഹചര്യം ആണുള്ളത്. 2025 കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ വീണ്ടും LDFന്റെ പട്ടിക പരിശോധിച്ച് നോക്കുക, UDFന്റെ നോക്കുക, NDAയുടേത് നോക്കുക. അവിടെ ആ പട്ടികയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും UDFന് ലഭിച്ചത് 52,000-ൽ അധികം വോട്ടുകളാണ് എങ്കിൽ LDF വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് വോട്ട് നില വർദ്ധിപ്പിക്കുന്നു, 57,000-ലേക്ക് എത്തുന്നു. NDA ആകട്ടെ വോട്ട് നിലയിൽ താഴെ പോകുന്നു എന്നുള്ളതാണ്. 40,000-ൽ നിന്ന് 28,000-ലേക്ക് പോകുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം, പ്രദേശത്തിൻ്റെ പ്രാദേശികമായ സ്വഭാവം, ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ട്. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ 5,145 വോട്ടിൻ്റെ ലീഡ് ഈ കായംകുളം മണ്ഡലത്തിൽ ഉള്ളത് ഇടതുപക്ഷത്തിന് തന്നെയാണ്. പക്ഷേ ആ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പുതിയ ഡേറ്റയോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ കൂടി മുന്നിലേക്ക് വെക്കുമ്പോഴാണ് കായംകുളം ഏത് രീതിയിലും ചിന്തിക്കാം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇടതുപക്ഷത്തിന് കൃത്യമായൊരു മേൽക്കൈ ഉണ്ടാകണമെന്നില്ല. UDFന് വേണമെങ്കിൽ വിജയിക്കാൻ, NDAയ്ക്ക് പോലും കൈമയും മറന്ന് പ്രവർത്തിച്ചാൽ മുന്നിലെത്താൻ പറ്റും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ് BJP അവിടെ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ, ശോഭാ സുരേന്ദ്രനെ മത്സരരംഗത്ത് ഇറക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നില്ലേ ശരണ്യ? പ്രത്യേകിച്ച് ഒരു പൊതു സ്വഭാവം ഇല്ലാത്ത രീതിയിലുള്ള നിരവധിയായ വോട്ടർമാർ അവിടെ ഉണ്ട് എന്നും സ്ഥാനാർത്ഥിത്വവും തെരഞ്ഞെടുപ്പിലെ പ്രവണതയും ഒക്കെ കൃത്യമായി പ്രതിഫലിച്ചേക്കാം എന്ന സൂചനയുമല്ലേ കായംകുളത്തിൻ്റെ ഈ കണക്കുകൾ നൽകുന്നത്?
അഭിലാഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് കായംകുളം ഇപ്പോൾ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അവിടെ നേരത്തെ 2 ടേമുകളായി പ്രതിഭ LDF ആണ് അവിടെ MLA ആയി നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ പോലും നിലവിലത്തെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി വന്നാൽ അത് എങ്ങനെയാകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. പക്ഷെ ശോഭ എല്ലാ ഇടങ്ങളിലും അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ ആളുകളെ കയ്യിലെടുത്ത് അല്ലെങ്കിൽ ആ ആളുകളെ ആ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ആളുകളെ തൻ്റെ വോട്ടാക്കി മാറ്റാനുള്ള ശ്രമം വളരെ സക്സസ്ഫുൾ ആയിട്ട് കായംകുളത്ത് കൊണ്ടുവന്ന ഒരാളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയ്ക്കൊക്കെ ഇറങ്ങിച്ചെന്ന് അവരോട് വലിയ രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവരിപ്പോഴും അങ്ങനെ തന്നെ കായംകുളം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു ആവേശം ശോഭയിലൂടെ ഇത്തവണയും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തിന് ഇടതുപക്ഷം പ്രത്യേകിച്ച് ഇടത് കോട്ടയായ കായംകുളത്തിന് ഏറ്റ പ്രഹരം ചെറുതല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഹരത്തിന് ഇത് ഒരുപാട് മറുപടികൾ ആ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് നൽകേണ്ടതായി വന്നിട്ടുണ്ട്. അത് കണ്ടറിഞ്ഞുള്ള ഒരു പ്രവർത്തനം തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഉണ്ടായി. ആലപ്പുഴ ജില്ലയിൽ മറ്റിടങ്ങളിൽ തിരിച്ചടി നേരിട്ടപ്പോൾ കായംകുളത്ത് പരിക്കുകളില്ലാതെ എന്നാൽ കഴിഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറ്റ് വരാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിലവിലത്തെ ഒരു കണക്ക് എടുത്ത അവരുടെ ഒരു കണക്കുകൾ പ്രകാരം അവർ പറയുന്നത് ഒരു 7400 വോട്ടിന് ലീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ കായംകുളത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അവിടെ BJP ശക്തമായ ഒരു മത്സരം കൊണ്ടുവരികയാണെങ്കിൽ അതിനിടയിൽ കൂടി രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നൊരു സാഹചര്യം UDFനുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു UDF അനുകൂലമായ രീതിയിൽ പ്രത്യേകിച്ച് കായംകുളം നഗരസഭ അടക്കം UDF പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പൊളിറ്റിക്കൽ വോട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ പോലും പക്ഷേ ജില്ലാ പഞ്ചായത്ത് എല്ലാ കാലത്തും ഇവിടെ ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ച് LDFന് ഒരു മൃഗീയമായ ഭൂരിപക്ഷം ഉള്ളൊരു ഇടം കൂടിയാണ്. അങ്ങനെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കായംകുളത്ത് ഈ ത്രികോണ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ അത് UDFന് ഗുണമായി മാറുമോ എന്നുള്ള ഒരു ഹോപ്പ് അവരും വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ UDF വോട്ടുകളിലല്ല കഴിഞ്ഞ തവണ ഏറ്റ പ്രഹരം. ഈ അടിസ്ഥാന വോട്ടായ ഈഴ വോട്ടുകളും പ്രത്യേകിച്ച് ചെട്ടികുളങ്ങര അടക്കമുള്ള മേഖലയിൽ നായർ വോട്ടുകളുമാണ് ശോഭാ സുരേന്ദ്രനിലേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസ് വോട്ടുകളും ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകളും കൂടി കോൺഗ്രസിലേക്ക് എത്തിയാൽ കോൺഗ്രസിന് സാധ്യതയില്ലാത്ത മണ്ഡലം എന്ന് നമുക്ക് കായംകുളത്തെ പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയുക. പക്ഷെ അപ്പോഴും തങ്ങളുടെ ഉറച്ച കോട്ടയായി നിന്നിരുന്ന മണ്ഡലം തങ്ങൾക്ക് നിലനിൽക്കും, പ്രത്യേകിച്ച് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് ശേഷം നിലനിൽക്കുമെന്നുള്ള പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കായംകുളം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നേരത്തെ തന്നെ അതിന് മുന്നോടിയായിട്ടുള്ള ശ്രമങ്ങൾ ഇടപെടലുകൾ BJPയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് കായംകുളത്ത് അവർ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. BDJSന്റെ പിന്തുണയുണ്ട്, BDJSന്റെ വിയോജിപ്പില്ല. വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന് വേണ്ടി പരസ്യ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും ശോഭയ്ക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ ഒരു മടിയും അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ 2 രീതിയിലുള്ള നയം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടക എന്ന നിലയിൽ എത്തിയത് ആര് എന്നതുകൂടി പ്രസക്തമാണല്ലോ. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അദ്ദേഹം അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയാണെന്ന് വെച്ചാൽ അവർ മറ്റു കാര്യങ്ങളിൽ അവർ ഇടപെടുന്നതിൽ താൻ ഇടപെടാറില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനെ അങ്ങനെ ചെറുതായി നമുക്ക് അന്ന് പ്രീതി നടേശൻ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ശോഭാ സുരേന്ദ്രൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പരിപാടികൾ ആദ്യഘട്ടത്തിൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് പ്രീതി നടേശനായിരുന്നു എന്നുള്ളത് അതൊരു വേറൊരു സന്ദേശം തന്നെയാണ് നൽകിയത് എന്നുള്ളതാണ്. BJPയുടെ അല്ലെങ്കിൽ BJPക്ക് വേണ്ടി SNDPയുടെ യോഗങ്ങളിലടക്കം രഹസ്യമായ ധാരണകൾ അവിടെ പ്രവർത്തിച്ചിരുന്നു, അത് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതും വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴും ഹൈലി പൊളിറ്റിക്കലാണ് കായംകുളത്ത് ആ രീതിയിലുള്ള ഒരു ഇടതുപക്ഷത്തിന് അത്രയും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വോട്ടുള്ളൊരു സ്ഥലം കൂടിയാണ്. പക്ഷേ അത് ആ രീതിയിൽ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കിയ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഹരം അവരെ മുറിവേൽപ്പിച്ചുകൊണ്ട് അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് പരമാവധി ഉണ്ടാകും എന്നുള്ളത്
യാഥാർത്ഥ്യം തന്നെയാണ്. അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷത്തിനും അവിടെ സീറ്റുകൾ തമ്മിൽ തർക്കമുണ്ട്. കാരണം ജില്ലാ സെക്രട്ടറി CPM ജില്ലാ സെക്രട്ടറി R നാസറിന് മത്സരിക്കാൻ ഏറ്റവും താല്പര്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ കായംകുളം എന്നുള്ളതാണ്. അവിടെ അപ്പോഴും ഭരണത്തിന്റെ നേതൃത്വത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പ്രതിഭ വീണ്ടും മത്സരിക്കാൻ, അതായത് 2 ടേമുകൾ കഴിഞ്ഞു വീണ്ടും പുതുക്കി അവിടെ തന്നെ നിൽക്കാനുള്ള ശ്രമം പ്രതിഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇന്റേണലി പ്രതിഭയും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങൾ അവിടെ നിലനിൽക്കുന്നു. അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലയിടങ്ങളിൽ റിബലുകളായി മത്സരിച്ച, പ്രത്യേകിച്ച് കായംകുളം നഗരസഭ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കി റിബലുകളായി മത്സരിച്ചവരുമായി അടുത്ത ബന്ധം MLA പുലർത്തിയിരുന്നു അടക്കമുള്ള നിരവധി പരാതികൾ അവിടെ വന്നു നിൽക്കുന്നുണ്ട്. അതൊക്കെ പാർട്ടിക്കുള്ളിൽ അങ്ങനെ ഒരു വിയോജിപ്പ്, ഇന്റേണൽ പൊളിറ്റിക്സും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെയുള്ള സ്ഥാനാർത്ഥികൾ അവിടേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി തന്നെ കായംകുളം പോലുള്ള പാർട്ടി കേന്ദ്രത്തിലേക്ക് മത്സരിക്കാൻ വരുവാണെങ്കിൽ അവിടെ മറ്റൊരു രീതിയിലുള്ള ഒരു ചലനത്തിലേക്ക് കാര്യങ്ങൾ വരും. അത് ഹൈലി പൊളിറ്റിക്കലായിട്ട് ആ വോട്ടുകൾ മാറും. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. വേറെ എവിടെ പോയാലും ഈ കായംകുളവും ചേർത്തലയും പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ആലപ്പുഴയ്ക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത്തവണ ഒട്ടും പ്രതീക്ഷ ഇതിനകത്ത് വളരെ പ്രതീക്ഷയോടുകൂടി അനങ്ങാതെ കാത്തിരിക്കുന്ന വിഭാഗം UDF ആണ്. അവർക്ക് ആ പ്രതീക്ഷ കൃത്യമായി ഉണ്ട്. ഈ 3 ആളുകൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ LDFന്റെ ഒരു പിന്തുണയിൽ നിലനിൽക്കുന്നു. ഈ വിരുദ്ധ വികാര രീതിയിലുള്ള ചർച്ചകളും വാക്കുകളും ഒക്കെ പറയുമ്പോഴും LDFന് ഈ വെള്ളാപ്പള്ളി നടേശനെ തള്ളാതെ പിടിച്ചു നിൽക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വിയോജിപ്പുണ്ടാക്കുന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കായംകുളം എന്നുള്ളതാണ്. അപ്പോൾ ഈ കായംകുളത്തിന് അത്തരത്തിൽ ആ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വിശ്വാസ്യതയിൽ എടുക്കാൻ കഴിയുന്ന UDFനാണ്. അത് UDFിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അത് കൃത്യമായി കൊണ്ടുവരാൻ കഴിയുകയും കോൺഗ്രസ് വോട്ടുകൾ കൊണ്ടുവരാൻ കഴിയുകയും ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ ആ സർക്കാരിനെതിരെയുള്ള നിഷ്പക്ഷ വോട്ടുകളെ കൂടി കേന്ദ്രീകരിക്കാൻ മികച്ചൊരു സ്ഥാനാർത്ഥി ഇറക്കി UDFന് വരികയും ചെയ്താൽ ആർക്കും പിടിക്കാൻ കഴിയുന്ന ഈ 3 പേരിലേക്കും എവിടേക്ക് വേണേലും ഒഴുകാൻ കഴിയുന്ന നിലയിലേക്ക് കായംകുളം നിൽക്കുന്നു എന്നുള്ളതാണ് അഭിലാഷ്. യെസ്, അങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി കായംകുളം മാറുമോ എന്നത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.